നമ്മളോടൊപ്പം അതിഥിയായി സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഈ വൈകുന്നേരം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് സുപ്രീം കോടതിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ്? ജനാധിപത്യത്തിലെ സുതാര്യത ഉറപ്പുവരുത്താൻ ആർക്കൊക്കെയാണ്, ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഏതൊക്കെ കമ്പനികളാണ് ഈ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിരിക്കുന്നത്, അത് എത്ര പണമാണ് അവരുടെ കയ്യിൽ എത്തിയിരിക്കുന്നത് എന്നറിയാൻ ജനങ്ങൾക്കൊരു അവകാശമുണ്ടെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ അറിയാനുള്ള അവകാശം ഭരണഘടനയുടെ ഭാഗമായിട്ട് സുപ്രീം കോടതി തന്നെയാണ് ആദ്യമേ പറഞ്ഞത്. വിവരാവകാശ നിയമം വരുന്നതിന് മുമ്പ് തന്നെ ഭരണഘടനയിൽ നിന്ന് തന്നെ വരുന്ന ഒരു അവകാശമാണ്. അത് ആർട്ടിക്കിൾ 19(1)A എന്നാണ് ഇന്ന് പറഞ്ഞത്. അതിൽ വരുന്നൊരു അവകാശമാണ്. നേരത്തെ ഇലക്ഷൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര്, അവർക്കെതിരെയുള്ള ക്രിമിനൽ കേസ്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ അറിയാനുള്ള ഓർഡർ സുപ്രീം കോടതിയാണ് ഇട്ടത്. അതേ ഒരു അവകാശത്തിന്റെ ബലത്തിലാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഇലക്ഷൻ നടത്തുമ്പോൾ പാർട്ടികൾക്ക് ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് അറിയാം. കാരണം ഈ ക്വിഡ് പ്രോക്കോ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പണം കൊടുക്കുന്നത് എന്തെങ്കിലും കാര്യസാധ്യത്തിനായിരിക്കാം. പ്രത്യേകിച്ച് കമ്പനികളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഭീമമായിട്ടുള്ളതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോളിസി അവരുടെ അനുകൂലമായിട്ടൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇത് ആരാണ് കൊടുത്തത്, എവിടെ നിന്നാണ് പണം വരുന്നത് എന്നറിയില്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച സാധ്യമാവുകയില്ല. അതുകൊണ്ട് ഇത് ജനങ്ങൾക്കറിയാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്, സുതാര്യതയുടെ ഭാഗമാണ്, ജനാധിപത്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഭരണഘടനയിൽ നിന്ന് വരുന്ന അവകാശമാണ്. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ 3 നിയമങ്ങൾക്കകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് ഇലക്ട്രൽ ബോണ്ട് ആരാണ് എടുത്തത്, എത്രയാണ് കൊടുത്തതെന്നൊന്നും അറിയാത്ത രീതിയിൽ ഉണ്ടാക്കിയിരുന്ന ആ സ്കീം മുഴുവനായിട്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതിന്റെ പ്രാധാന്യം 5 അംഗ ബെഞ്ചിലെ എല്ലാ ജഡ്ജിമാരും യുനാനിമസ് ആയിട്ടാണ് ഇത് പറഞ്ഞത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയൊക്കെ അധികാരം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നു. ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏത് പാർട്ടികൾക്ക് എത്ര കിട്ടി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ജനങ്ങൾക്ക് തീരുമാനമെടുക്കാം. ഇത് അതായത് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ വൻകിട കോർപ്പറേറ്റുകൾ, വലിയ കമ്പനികൾ, അവർക്കൊക്കെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പാകത്തിൽ സർക്കാരിന്റെ നയങ്ങളിൽ സ്വാധീനമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നല്ലോ ഇതുവരെ ഇതിന്റെ ഒരു അനോണിമിറ്റി, ഇതാരാണ് പണം നൽകിയത്, എത്ര പണം നൽകി എന്ന കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുന്നതിലൂടെ ഉണ്ടാകാൻ ഇടയുണ്ടായത്. ഈ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയിരിക്കുന്നത്, അല്ലേ? അത് തീർച്ചയായിട്ടും വിധിന്യായത്തിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ കമ്പനി ആക്ടിനകത്തുണ്ടായിരുന്ന ഒരു അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്, ഒരു കമ്പനിയുടെ കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിന്റെ 7.5% മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന നിയമസ്ഥിതി അനുസരിച്ച്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതും സുപ്രീം കോടതി പറഞ്ഞു. ഇതിനകത്ത് അതിനൊരു റീസൺ ഉണ്ട് ഇങ്ങനെ ഒരു ലിമിറ്റ് വെക്കുന്നതിന്. ഇപ്പോൾ ലോസിൽ നടത്തിക്കൊണ്ട് പോകുന്നൊരു കമ്പനി നഷ്ടത്തിലാണ്, പക്ഷെ എന്നിട്ടും രാഷ്ട്രീയക്കാർക്ക് സംഭാവന കൊടുക്കുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം കാണും. അപ്പോൾ ആ ഒരു കാരണമൊന്നും കാണാതെ, അതുകൊണ്ടാണ് അത് തടഞ്ഞുകൊണ്ട് നേരത്തെ നിയമം ഉണ്ടായിരുന്നത്. അതൊക്കെ എടുത്തു കളഞ്ഞതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കള്ളപ്പണത്തിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ അതിൽ ലീസ്റ്റ് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കണം. അതായത് അത് തടയാൻ കൊണ്ടുവരുന്ന മാർഗം മൗലികാവകാശങ്ങളെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ മാത്രമേ ധ്വംസിക്കാൻ പാടുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞത്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇത് ഇപ്പോൾ ഈ പണം തിരികെ എത്തിക്കുന്ന കാര്യത്തിൽ, അതായത് ഈ ബോണ്ടിൽ പണം കൊടുത്ത ആളുകൾക്ക് പണം തിരികെ എത്തിക്കണം എന്നാണോ കോടതി പറഞ്ഞിരിക്കുന്നത്, അതോ അതിൻ്റെ കാലാവധി പൂർത്തിയാകാത്ത അല്ലെങ്കിൽ എൻകാഷ് ചെയ്യാത്ത പണം തിരികെ ഈ അവരവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കണം എന്നാണോ കോടതി ഉദ്ദേശിച്ചത്? 4 ഡയറക്ഷൻ കൊടുത്തതിൽ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ 15 ദിവസത്തിനകത്ത് അത് പാർട്ടികൾക്ക് കൊടുക്കണം, എൻകാഷ് ചെയ്യണം. എൻകാഷ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് പ്രൈം മിനിസ്റ്ററുടെ റിലീഫ് ഫണ്ടിലേക്ക് പോകും ആ പണം. അത് അങ്ങനെ 15 ദിവസത്തിനകത്തുള്ള ഏതെങ്കിലും ഇലക്ട്രൽ ബോണ്ട് എൻകാഷ് ചെയ്യാതെ ഇരിപ്പുണ്ടെങ്കിൽ അത് തിരിച്ച് ഈ എടുത്ത ആൾക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇതുവരെ ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് എടുത്തതെന്നും അവരുടെ കംപ്ലീറ്റ് വിവരങ്ങൾ, അത് ഏതൊക്കെ പാർട്ടികൾ വന്നിട്ടാണ് ഇത് എൻകാഷ് ചെയ്തതെന്നുള്ള വിവരങ്ങൾ SBIയുടെ കയ്യിലുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കണം 3-ാം തീയതിക്കകത്ത്. ഇലക്ഷൻ കമ്മീഷൻ ഈ വിവരങ്ങൾ മുഴുവൻ 13-ാം തീയതിക്കകത്ത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. ഈ വിവരങ്ങളെല്ലാം അടുത്ത ജനറൽ ഇലക്ഷന് മുമ്പ് തന്നെ ജനസമക്ഷം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ പറ്റും. എല്ലാം കണ്ടും കേട്ടും കൊണ്ട് വേണമെങ്കിൽ ഓരോ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് തീരുമാനം എടുക്കാൻ കഴിയും. അതാണ് ഇതിന്റെ പ്രാധാന്യം.
ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീം കോടതി അഭിഭാഷകനാണ്. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ പ്രാധാന്യം എന്താണ് നമ്മളോട് വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ബാങ്കിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഏതായാലും ഒന്നും തന്നെ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിനേക്കാൾ വലുതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവരാവകാശ നിയമത്തിന്റെ അന്തസത്തയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കാനുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിന്യായത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്.